സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെതിരെ ആഞ്ഞടിച്ച് റാപ്പർ വേടന് പോലും അവാർഡ് നൽകിയെന്ന മന്ത്രിയുടെ പരാമർശം അപമാനിക്കുന്നതിന് തുല്യമാണ്. മന്ത്രിക്ക് പാട്ടിലൂടെ മറുപടി നൽകും. പുരസ്കാരം രാഷ്ട്രീയ പിന്തുണയുടെ ഭാഗമായല്ലെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ലെന്നും വേടൻ പറഞ്ഞു. പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം, ഞാൻ അതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കുന്നില്ല. ഞാൻ 31 വർഷമായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ പാട്ടിലൂടെ പ്രതികരിക്കുമല്ലോ, പാട്ടാണല്ലോ എൻ്റെ മാധ്യമം. പാട്ടിലൂടെ പ്രതികരിച്ചിരിക്കും. കേരളത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അല്ല. എനിക്ക് അവാർഡ് കിട്ടിയ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ കലയ്ക്ക് കിട്ടിയതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടന് മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നൽകിയതിനെതിരെ വിമർശനവുമായി തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ രംഗത്തെത്തി. സായ്കുമാർ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും. ഗുഡ് ഈവനിംഗ് സായ്കുമാർ. അവാർഡ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തുടങ്ങിയ വിവാദങ്ങളാണ്. ഇന്നലത്തെ വിവാദത്തിന്റെ ബാക്കിയൊക്കെ സോഷ്യൽ മീഡിയയിൽ തിളയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ വേടൻ തന്നെ ഇന്ന് ദുബായിലെ ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നില്ലേ മറുപടി പറഞ്ഞത്? മന്ത്രി പ്രതികരിച്ചോ? പിന്നെ സുജയ, ദുബായിലാണ് മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യങ്ങൾക്ക് വേടൻ ഇതിൽ മറുപടി നൽകിയത്. അതായത് അവരുടെ ചോദ്യം കൃത്യമായിരുന്നു. മന്ത്രിയുടെ ഇന്നലത്തെ പോലും, വേടന് പോലും എന്നുള്ള വാക്ക് അത് താങ്കളെ അപമാനിക്കുന്നതായിരുന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു അതിനുള്ള മറുപടി. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ ഇനി കൂടുതൽ പ്രതികരിച്ച് മറ്റു വള്ളികൾ പിടിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മറുപടി പാട്ടിലൂടെ നൽകും. പാട്ടാണല്ലോ തൻ്റെ ആയുധം, അത് തുടർന്ന് തന്നെ നടത്തും എന്ന ഒരു മറുപടിയാണ് വേടൻ നൽകിയത്. അതായത് മന്ത്രിയുടെ ആ പരാമർശം അദ്ദേഹത്തെ വേദനിപ്പിച്ചു, അത് അപമാനിക്കുന്നതാണ് എന്നുള്ള തോന്നൽ വേടൻ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. അതോടൊപ്പം ഈ വേടന് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളോടും അദ്ദേഹം പ്രതികരിച്ചില്ല. അതോടൊപ്പം ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഫലമായാണ് തനിക്ക് അവാർഡ് കിട്ടിയതെന്ന് പലരും പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ ഉൾപ്പെടുന്നില്ല, താൻ പാട്ടുകാരൻ മാത്രമാണ്, കലയാണ് തന്റെ രാഷ്ട്രീയം എന്നാണ് വേടൻ അതിന് മറുപടി നൽകിയത്. ഇന്ന് മന്ത്രി എന്തായാലും അതിനോട് പ്രതികരിച്ചിട്ടില്ല സുജയ. പക്ഷേ ആ വിവാദം അവസാനിച്ചിട്ടില്ല. ഇന്ന് ദീദി ദാമോദരനടക്കം വേടന് അവാർഡ് നൽകിയതിനെതിരെ നിശിതമായിട്ടുള്ള വിമർശനമാണ് ജൂറിക്കെതിരെ നടത്തുന്നത്. ദീദി പറയുന്നത് വേടന്റെ പാട്ട് കലാമൂല്യമുള്ളത് തന്നെയാണ്. പക്ഷേ വേടന്റെ പശ്ചാത്തലം, വേടനെതിരെയുള്ള കേസ്, അത്തരം കേസുള്ള ഒരാൾക്ക് അവാർഡ് നൽകിയത് സ്ത്രീപക്ഷ ചിന്താഗതിയുള്ള ഒരു സർക്കാർ എന്ന അവരുടെ പ്രഖ്യാപനത്തിന് തന്നെ വിരുദ്ധമാണ്. അതുകൊണ്ട് കേരളത്തോട് ഈ ജൂറി മാപ്പ് പറയണം എന്നതടക്കമുള്ള ആവശ്യമാണ് ഇപ്പോൾ ദീദി ദാമോദരനടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.